നല്ല സാമ്പാറായിരുന്നു ചേച്ചി. അതുകൊണ്ട് വയറ് നിറച്ച് കഴിച്ചു. വയറ് പൊട്ടുന്നതുപോലായി ശരിക്കും പറഞ്ഞ. ചായ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു. ഞാൻ ഉണ്ടാക്കിയതാ. അടിപൊളിയാണല്ലോ. ജോൾസിന് എന്തോ കുഴപ്പം കണ്ടിട്ടുണ്ട്. ഭഗവതിയെ കാത്തോണേ. വാ വാ എല്ലാരും വാ വാ. എന്താ മോനെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? അല്ല പിന്നെ മോൻ കിണറ്റിലോട്ട് നോക്കി. എന്റെ പൊന്നു ചേച്ചി, മലയാളികളുടെ പൊതു സ്വഭാവം അറിയത്തില്ല. ഏത് വീട്ടിൽ ചെന്നാലും ആദ്യം കിണറ്റിലൊന്ന് നോക്കണം. അതാ മലയാളിയെ തിരിച്ചറിയാനുള്ള ഒരു മാർഗം. പിന്നെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. കേശുവുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമാണ്. എടാ നീ മീശയും താടിയൊക്കെ വെച്ച് ഇങ്ങനെ നടക്കാതെ ഇതൊന്ന് വൃത്തിയാക്കിയിട്ടൂടെ? ഇങ്ങനെയാണോ കിണറിടേണ്ടത്? ഇത് കുടിവെള്ളമല്ലേ? ഇത് ശുദ്ധമായിരിക്കണ്ടേ? അത് ചെയ്യണം കേട്ടാ. മോനെ എന്താ ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇവിടെ എന്ത് പ്രശ്നം? അല്ല മോൻ ഇങ്ങനെ നോക്കുന്നു. എന്റെ ചേച്ചി, നല്ല സ്ഥലം, ഒരുപാട് മരങ്ങൾ, മാത്രമല്ല ടൗണിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന സ്ഥലമല്ലേ. ഇവിടെ സെന്റിന് എങ്ങനെയാ വിലയൊക്കെ? സെന്റിന് 10-15 ലക്ഷം രൂപ അതിൽ കൂടുതലൊക്കെ വരും. കൊള്ളാം. ചേച്ചി കുറച്ച് വെള്ളം കിട്ടുമോ? വെള്ളോ? എങ്ങനെ എടുക്കണ്ടെന്ന്? ഒരു ഗ്ലാസ്സിലെടുക്ക്. ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തോണ്ടോ പിള്ളേരെ? ഒരു കാര്യങ്ങളുണ്ട്. പൂവലയും കൊണ്ട് എടുക്കട്ടെ. എന്തിന്? ഇവിടെ എല്ലാരും പൂവല ഇട്ടാണോ വെള്ളം കുടിക്കുന്നത്? ആ കുടിക്കാനായിരുന്നോ? പിന്നെ എന്തിനെന്ന് വിചാരിച്ചു? ഞാൻ വിചാരിച്ചു വല്ലതും പൂജയ്ക്ക് വല്ലതും ആയിരിക്കും. அப்படின்னா நான் எடுத்துட்டு வரேன். உங்களுக்கு மோரும் வெள்ளம் வேணுமா? വേണ്ട, പച്ചവെള്ളം മതി. പിന്നെ ഇവിടെ പിള്ളേരെല്ലാം പറയുമായിരുന്നു ഹരി ഭയങ്കര സിമ്പിളാ, പാവാ, നല്ല മനുഷ്യനാന്നൊക്കെ പറയുമായിരുന്നേ. വെറുതെയാണ് ചേച്ചി. ജാട കാണിക്കേണ്ടടുത്ത് ഞാൻ ജാട തന്നെ കാണിക്കും. പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോ. ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഈ വീടിന് വല്ലോ? എന്ത് പ്രശ്നം? അല്ല 10-15 വർഷമായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഇവിടുന്ന് മാറാൻ പറ്റിയിട്ടില്ലെന്നേ. ഹൗസ് ഓണറായിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? യാതൊരു പ്രശ്നവും ഇല്ല. എന്റെ പൊന്നു ചേച്ചി, ഇവിടെ 1 വർഷം കഴിയുമ്പോൾ ആളുകളെ ഉടമ ഇറക്കി വിടുന്ന. നിങ്ങൾക്ക് 15 വർഷമായെങ്കിൽ അതൊരു ഭാഗ്യല്ലേ ചേച്ചി? ഹൗസ് ഓണർ ആക്ച്വലി അടിപൊളിയാണ്. നമ്മുടെ അടുത്ത് പ്രശ്നമൊന്നുമില്ല. ഇത്രയും നാളായിട്ടുണ്ടല്ലോ വാടക പോലും മര്യാദയ്ക്ക് കൂട്ടിയിട്ടില്ല. എന്റെ ചേച്ചി, ഭാഗ്യമാണത്. ഭാഗ്യം. സന്തോഷിക്കാൻ നോക്ക്. വാടക കൂട്ടിയില്ലല്ലോ. വേറൊരു പ്രശ്നം കൂടെ ഉണ്ട് ഹരി. ഇനി എന്ത് പ്രശ്നം? എവിടെ കെട്ടിയോൻ ഗൾഫിലാ. കൊറേ നാളായിട്ട് ദാ വരുന്നു ദോ വരുന്നു ദേ വരുന്നു എന്ന് പറഞ്ഞു ഇതുവരെ വരാൻ പറ്റുന്നില്ലെന്നേ. ലീവ് കിട്ടാത്തോണ്ടായിരിക്കത്തില്ലേ? അതെന്താ ലീവ് കിട്ടാത്തെ? ഫോൺ കയ്യിലുണ്ടോ? ഇല്ലെങ്കിൽ പോയി എടുത്തൊന്ന് വിളിച്ചു ചോദിക്ക്. ഇത് ഞാൻ എങ്ങനെ പറയുന്നത് എന്താ ലീവ് കിട്ടാത്തത്? അതൊന്നും നോക്കി പറയാൻ പറ്റത്തില്ലയോ? ഗൾഫിൽ കിടക്കുന്നവര് ലീവ് കിട്ടാത്ത എന്താ ഞാൻ എവിടെ നോക്കി പറയണം ചേച്ചി? അവൻ ഇങ്ങോട്ട് വരാത്തോണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമമാണെന്നേ. ചേച്ചി, അവന്റെ കമ്പനി എങ്ങനെ ഉണ്ട്? അത്യാവശ്യം നല്ല കമ്പനിയാ. നല്ല ശമ്പളം ഉണ്ടോ മോളെ? ഉണ്ട്. കറക്റ്റ് ആയിട്ട് സാലറി കിട്ടുന്നുണ്ടോ? ഉണ്ട്. കൃത്യമായി സാലറി അയച്ചു തരുന്നുണ്ടോ? ഉണ്ട്. ചേച്ചി, എത്ര പിള്ളേരാണ്, എത്ര ആളുകളാണ് ചേച്ചി ഗൾഫിൽ പോയിട്ട് ജോലിയില്ല. ജോലി ഉണ്ടെങ്കിൽ ശമ്പളം ഇല്ല, ശമ്പളം ഉണ്ടെങ്കിൽ താമസം കൊള്ളില്ല. അവൻ മര്യാദയ്ക്ക് അവിടെ നിൽക്കുന്നില്ല ചേച്ചി. അവൻ അവിടെ നിൽക്കട്ടെ, പൈസ ഉണ്ടാക്കട്ടെ, വീടൊക്കെ വെക്കണ്ടേ? ഇങ്ങനെ ബഹളം വെക്കുന്നത് എന്തിനാണ് ചേച്ചി? അതല്ലേ മോളെ ശരി? ചേച്ചിയും കൂടെ പറഞ്ഞൊന്ന് മനസ്സിലാക്കണം കേട്ടോ. ലീവ് കിട്ടുമ്പോ അവൻ വന്നോളും ചേച്ചി. ഇതല്ലേ പാറമട? എന്താ മോനെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? ചേച്ചിയല്ലേ പറഞ്ഞ ഇവിടെ ഒരു പാറമടയുണ്ടെന്ന്. അതാണോന്ന് ചോദിച്ചല്ലേ. നമുക്ക് അകത്ത് പോയാലോ? എന്തുപറ്റി ഹരി ജ്യോതിഷൻ അങ്കിളെ? ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വെയിലടിക്കുന്നില്ലടാ, ടാൻ ആവത്തില്ലേ? അകത്തോട്ട് പോവാം. ടാൻ ആവും.
വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി 8:30 ഫ്ലവേഴ്സിൽ. മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ.